നമസ്കാരം. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമാവുകയും മിഡിൽ ഈസ്റ്റിൽ ലോകമാകമാനം യുദ്ധഭീതി പടരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതി എന്ന തീരാത്ത പ്രശ്നമാണ് യുദ്ധത്തിന്റെ നിലവിലെ കാരണം. എന്താണ് ഇസ്രായേലിന് തലവേദനയാകുന്ന ഇറാന്റെ ആണവ പദ്ധതി? ഇറാന്റെ ആണവ പദ്ധതികളുടെ വേരുകൾ, ഇസ്രായേൽ അതിനെ എത്ര ശക്തമായി എതിർക്കുന്നത് എന്തുകൊണ്ട്, അമേരിക്കൻ നയതന്ത്രം, അതിൽ ഇസ്രായേൽ പുലർത്തുന്ന ജാഗ്രത, ഉപരോധങ്ങൾ എന്നിവ തുടർച്ചയായ ഭൗമരാഷ്ട്രീയ നിലപാടിനെ എങ്ങനെ രൂപപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് എക്സ്പ്ലെയിനറിൽ ചർച്ച ചെയ്യുന്നത്. ആണവായുധങ്ങളുള്ള ഇറാൻ എന്ന ശത്രുരാജ്യത്തെ ഇസ്രായേൽ ഒരു അസ്തിത്വ ഭീഷണിയെ തന്നെ കാണുന്നുണ്ട്. അതേസമയം ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ സൈനികേതര ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാന്റെ വാദം. ഇറാനിലെ 100ഓളം കേന്ദ്രങ്ങളെ ഇസ്രായേലിന്റെ 200 പോർ വിമാനങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന സൈനിക നടപടിയടക്കം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു. ആക്രമണം തുടരുകയാണെന്നും അതിജീവനത്തിന് നേർക്കുള്ള ഭീഷണി ഇല്ലാതാകും വരെ ഇത് തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരും ആക്രമണങ്ങൾക്ക് ഇരയായി മരണപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിയും നിരവധി മുതിർന്ന ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടവരിലുണ്ട്. എന്താണ് ഇതിന്റെ ചരിത്രം? പരിശോധിക്കാം. 1980കളിൽ ഷാ മുഹമ്മദ് റസ പഹലവിയുടെ ഭരണകാലത്ത് US പിന്തുണയുള്ള ആറ്റംസ് ഫോർ പീസ് എന്ന പരിപാടിയുടെ കീഴിലാണ് ഇറാന്റെ ആണവ പദ്ധതി ആരംഭിക്കുന്നത്. അമേരിക്കൻ പിന്തുണയോടെ ഗവേഷണ റിയാക്ടറുകളും പരിശീലനം ലഭിച്ച ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ള ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാൻ സ്ഥാപിക്കുന്നു. ആധുനികവൽക്കരണത്തിനും ഊർജ വൈവിധ്യവൽക്കരണത്തിനുമുള്ള ഒരു ഉപകരണമായി ഷാ ഭരണകൂടം ആണവോർജത്തെ വിഭാവനം ചെയ്തു. 1968ൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ചട്ടമനുസരിക്കുന്ന NPT അഥവാ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി എന്ന ആണവ നിർവ്യാപന കരാറിൽ ഇറാൻ ഒപ്പുവെക്കുന്നു. 1979ലെ ഇസ്ലാമിക വിപ്ലവം നടക്കുകയും ഷാ ഭരണകൂടം സ്ഥാനഭ്രഷ്ടമാകുകയും ചെയ്യുന്നു. ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഷിയ ഭരണകൂടം ഇറാനിൽ അധികാരത്തിലെത്തുന്നു. ചരിത്രം മാറുന്നത് ഇവിടെ മുതലാണ്. ആയത്തുള്ള ഖൊമേനിയുടെ കീഴിലുള്ള പുതിയ പുരോഹിത ഭരണകൂടം ആണവ പദ്ധതിയെ എതിർക്കുകയും അനിസ്ലാമികമായത് എന്ന് മുദ്രകുത്തി ആണവ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ 1980കളോടെ ആണവ ഊർജത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്ന ഖൊമേനിയും കൂട്ടരും പദ്ധതി രഹസ്യമായി പുനരാരംഭിച്ചു. ഇതിനായി ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയും തേടുന്നു. ഇറാൻ രഹസ്യമായും വിദേശ സഹായത്തോടെയും ആണവ ഗവേഷണം പുനരാരംഭിച്ച കാര്യം നാടുകടത്തപ്പെട്ട ഒരു ഇറാനിയൻ സംഘം നതാൻസിലെ ആണവ കേന്ദ്രം തുറന്നു കാട്ടുന്നതുമൊക്കെ 2000 അതിന്റെ ആരംഭഘട്ടത്തിൽ നമ്മൾ കണ്ടു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അന്വേഷണം ആരംഭിക്കുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കെതിരായ ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ച മഹ്മൂദ് അഹമ്മദിനാജിന്റെ കീഴിൽ പരിപാടി വേഗത കൈവരിച്ചെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇത് 2005-2013 കാലഘട്ടത്തിലാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും മെഡിക്കൽ ഐസോടോപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സമാധാനപരമായ ആണവ പദ്ധതികളാണെന്ന് ഇറാൻ വാദിച്ചെങ്കിലും സുതാര്യതയില്ലാത്ത ഷിയ ഭരണകൂടത്തെ ഇസ്രായേൽ അടക്കം വിശ്വസിക്കാൻ തയ്യാറായില്ല. നിരവധി ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഇറാന് എതിരായിരുന്നു. പ്രഖ്യാപിക്കാത്ത ആണവ സൗകര്യങ്ങളുടെ കണ്ടെത്തലടക്കം ഇറാന്റെ കള്ളം ലോകം കൈയോടെ പൊക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഇതിന്റെ ബാക്കി പത്രമായി 2006ൽ UN സുരക്ഷാ കൗൺസിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ ഇറാൻ വിസമ്മതിച്ചതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നു. US-ഉം യൂറോപ്യൻ യൂണിയനും സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നു. 1981ൽ ഇറാഖിലെ ഒസിറാഖ് റിയാക്ടറും 2007ൽ സിറിയയുടെ ആണവ കേന്ദ്രവും നശിപ്പിച്ചുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ മുൻകൂർ ആക്രമണം നടത്തിയ ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. 2010ൽ നതാൻസിലുള്ള ഇറാന്റെ സെൻട്രിഫ്യൂജുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. രക്ഷ, നിലനിൽപ്പ്, പ്രാദേശിക ആധിപത്യം എന്നിവയിൽ വേരൂന്നിയതാണ് ഇസ്രായേലിന്റെ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഈ ചിന്തയിൽ നിന്നാണ്. ഇസ്രായേലിനെ അവിടുത്തെ ജൂത ജനതയെ മുച്ചൂട് മുടിപ്പിക്കുമെന്ന് പറയുന്ന, ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഹമാസ് അടക്കമുള്ള മിലിഷ്യ ഗ്രൂപ്പുകളെ തീറ്റിപ്പറ്റുന്ന ഖൊമേനി ഭരണകൂടത്തെ ഷിയ ജിഹാദി ഗ്രൂപ്പിനെ വിശ്വസിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല എന്നതും വസ്തുതയാണ്. ആണവായുധങ്ങളുള്ള ഇറാൻ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുമെന്ന് ഇസ്രായേൽ ആശങ്കപ്പെടുന്നതിൽ എങ്ങനെയാണ് നമുക്ക് തെറ്റു പറയാൻ സാധിക്കുക? ഇറാന്റെ ആണവശേഷി മിഡിൽ ഈസ്റ്റിലെ അധികാര സന്തുലിതാവസ്ഥയെ മാറ്റുകയും ഇസ്രായേലിന്റെ തന്ത്രപരമായ ഒരു ആധിപത്യത്തെ കുറയ്ക്കുകയും ചെയ്യുമെന്നതും മറ്റൊരു പൊളിറ്റിക്കൽ യാഥാർത്ഥ്യവുമാണ്. 2012-2013 കാലഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമണ ഭീഷണി മുഴക്കുന്നുണ്ട്. ചർച്ചകൾക്കൊടുവിൽ ഇറാനിലെ ഈ റിയാക്ടർക്ക് നേരെയുള്ള മുൻകൂർ സൈനിക ആക്രമണങ്ങളെക്കുറിച്ച് ഇസ്രായേൽ പരസ്യമായ ആഹ്വാനവും നടത്തുന്നുണ്ട്. 2015ൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക ഒരു ഇടവേള ലഭിക്കുന്നുണ്ട്. 2015ൽ JCPOA അഥവാ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ ഇറാൻ ന്യൂക്ലിയർ ഡീൽ നിലവിൽ വരുന്നു. US, UK, ഫ്രാൻസ്, ചൈന, റഷ്യ, ജർമ്മനിയുമായി ഇറാൻ ആണവ കരാറിൽ ഒപ്പിടുന്നു.
ഉപരോധത്തിൽ ഇളവുകൾ വന്നതോടെ ഇറാൻ അതിന്റെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ലോകത്തെ പറ്റിക്കുകയായിരുന്നു ഇറാൻ. 2017 ആണവായുധം വഹിക്കാനാവുന്ന ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ പരീക്ഷിച്ചു. ഈ കനത്ത പിഴവുകളും ഇറാന്റെ സത്യസന്ധതയും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ കാരണം കരാറിൽ നിന്നും US മാറുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രസിഡൻഷ്യൽ ഭരണഘട്ടത്തിലാണ്. കരാർ പരിധിക്കപ്പുറം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചതോടെ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തി. ഇറാഖിലെ ഉന്നത ഇറാനിയൻ കമാൻഡറെ US കൊലപ്പെടുത്തിയതുമൊക്കെ ഇതിനെ തുടർന്നാണ്. പിന്നീട് ഇറാൻ മുൻനിര ആണവ ശാസ്ത്രജ്ഞൻ ടെഹ്റാനിൽ കൊല്ലപ്പെടുന്നുമൊക്കെയുണ്ട്. ഇറാൻ ന്യൂക്ലിയർ ഡീൽ പുനരാരംഭിക്കാൻ 2021-22 വർഷങ്ങളിലൊക്കെ വിയന്നയിൽ ചർച്ചകൾ രൂപപ്പെട്ടെങ്കിലും ഇവയൊക്കെ പരാജയപ്പെടുന്നു. ഇതിന്റെ ഇടയിലെല്ലാം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ശക്തമാക്കുകയായിരുന്നു. 60% വരെയാണ് 2023 ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടപ്പിലാക്കുന്നത്. 2025 ജൂണിൽ യുറേനിയം സമ്പുഷ്ടീകരണം 90% കഴിയുമെന്നാണ് സ്ഥിരീകരിച്ച കണക്കുകൾ. അതായത് ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിയിലേക്ക് എത്തുന്നു എന്ന ചുരുക്കം. ഇത് വലിയ ഭീഷണിയാണ്. പതിറ്റാണ്ടുകളായി ലക്ഷ്യം നേടാനായി ഇറാൻ പ്രവർത്തിക്കുന്നുണ്ട്. നയതന്ത്രപരമായ ശ്രമങ്ങൾക്കൊന്നും അവരെ തടയാനായില്ല. അതിനാൽ ഇസ്രായേലിന് തങ്ങളുടെ പൗരന്മാരെ പ്രതിരോധിക്കാൻ ഇറാനെ ആക്രമിക്കുക എന്നതിൽ കവിഞ്ഞൊരു ചോയ്സ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഒന്നും ഈ വാദം അംഗീകരിക്കുന്നില്ല. കാരണം ഇറാൻ അങ്ങനെ സത്യസന്ധമായ ഒരു ചരിത്രമില്ലല്ലോ. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി US രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചെന്ന US മാധ്യമങ്ങളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നതും പ്രശ്നത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ നിരായുധീകരണം നടന്നില്ലെങ്കിൽ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിന് നിലനിൽപ്പില്ല. 1948 ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ ഇറാൻ ഭരണകൂടവും ജൂതവിരുദ്ധത കാരണം ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. അതായത് ലോക ജനതയുടെ തുലവും തുച്ഛമായ 0.02% മാത്രം വരുന്ന ജൂത ജനതയെ ഇല്ലാതാക്കാൻ ഇറാന്റെ ഒരു അണുവായുധത്തിന് മാത്രം മതിയാകും. ഇത് ഇസ്രായേലിനെ പോലൊരു കൊച്ചു രാജ്യത്തിന്, കേരളത്തിന്റെ പകുതി മാത്രമുള്ള പ്രദേശമുള്ള ഒരു കൊച്ചു രാജ്യത്തിന് വലിയ പ്രതിസന്ധിയും പ്രശ്നവും തീർക്കുന്നുണ്ട്. രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കൊച്ചു രാഷ്ട്രമാണ് ഇസ്രായേൽ. ജൂതവിരുദ്ധത ഒന്നുകൊണ്ട് മാത്രം ജിഹാദി ഗ്രൂപ്പുകൾക്ക് ഇഷ്ടമില്ലാത്ത ഇസ്രായേലിന് ഈ ഘട്ടത്തിൽ ഇനി പ്രതിരോധിക്കാതെ നിവൃത്തിയില്ല എന്ന് വരും. തങ്ങളുടെ ജനതയെ എത്രയധികം സ്നേഹിക്കുന്ന, തങ്ങൾക്ക് ജനതയ്ക്ക് സുരക്ഷ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലൊരു പ്രധാനമന്ത്രി ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കുക? പല ഘട്ടങ്ങളിലായി അമേരിക്ക ഇറാനുമായി ചർച്ചകൾ നടത്തുന്നു. ആണവ കരാറുകളിൽ ഏർപ്പെടണം എന്ന് പറയുന്നു. ഇവിടെ സുതാര്യത ഉണ്ടാകണം എന്ന് പറയുന്നു. പക്ഷെ അതിനൊന്നും ഇറാൻ തയ്യാറാകുന്നില്ല. മരുഭൂമിക്കടിയിൽ നിലകളായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന ഇറാനെ ഇനിയും വിശ്വസിച്ചുകൂടാ. എന്തായാലും ലോകം ഒന്നാകെ യുദ്ധത്തിലേക്ക് നീങ്ങുന്നൊരു ഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒന്നെങ്കിൽ ഇറാൻ ജൂതന്മാരെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അവർക്കും ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശവും അന്തസ്സും ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക. നാൾക്ക് നാൾ ഇറാനെ തീർത്തു കളയും, സിയണിസ്റ്റ് മൂവ്മെന്റുകൾ അല്ലാതെയാക്കി കളയും, ജൂതന്മാരെ മുച്ചൂടും മുടിപ്പിക്കുമെന്നുള്ള വാക്തോരണികൾക്കൊക്കെ അപ്പുറമായി അവരും ഒരു രാഷ്ട്രമാണ്, അവർക്കും ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ പറ്റണം എന്ന് മനസ്സിലാക്കണം. അതിന് ആദ്യം വേണ്ടത് ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും പോലെയുള്ള മിലീഷ്യ ഗ്രൂപ്പുകളെ നിലയ്ക്ക് നിർത്താൻ, ഇസ്രായേലിന്റെ എതിരായി നടത്തുന്ന ആക്രമണങ്ങളെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ഇറാന് സാധിക്കണം. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ മാത്രമാണ് ലോകത്തിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ.